ജോലിക്ക് കൊണ്ട് വീട്ടിൽ കയറുന്നത് എങ്ങനെ ശരിയാവണത്? അവളുടെ സാലറി കൊണ്ട് മാത്രം എങ്ങനെ മുൻപോട്ട് പോണത്? നാണല്ലേ നിനക്ക്? എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടുപിടിച്ച് പോയിക്കൂടെ? ആ അതുണ്ടല്ലോ ഡാഡി, ഞാൻ ജോലിക്ക് പോകാഞ്ഞിട്ടല്ലോ, എനിക്ക് ജോലി കിട്ടാഞ്ഞിട്ടല്ലേ. ഞാനോ ഇതിവിടെ ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ അവർ വിളിക്കണ്ടേ, വിളിച്ചാലേ ഇന്റർവ്യൂവിന് പോകാൻ പറ്റുള്ളൂ. ഓടിച്ചെന്നാലൊന്നും ജോലി കിട്ടൂല. എനിക്കൊരു പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. രാവിലെ അവിടെ ഇരിക്കും, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അത് കഴിയുമ്പോഴത്തേക്കും ഏഴാമത് കൊച്ചിനെ വിളിച്ചിരിക്കണം, അവളെ കുളിപ്പിക്കണം. അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവളെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് സ്കൂളിൽ കൊണ്ടാകണം. സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ടീച്ചറുമ്പോഴത്തേക്കും ഗീറ്റിട്ടുണ്ടാവും. ഗീറ്റി വന്നു കഴിഞ്ഞാൽ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്കും അവളെ തുടങ്ങും. അപ്പോഴത്തേക്കും ഞാൻ തിരിച്ചെത്തും. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ പിന്നെ ഉച്ചക്കുള്ള ഭക്ഷണം രാത്രിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കും. അത് കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞിട്ട് വൈകിട്ട് സമയമായി. പിന്നെ കൊച്ചിനെ കൊണ്ടുവരാൻ പോകണം. കൊച്ചിനെ കൊണ്ടുവരാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചെത്തുമ്പോഴത്തേക്കും ഗീറ്റിട്ടുണ്ടാവും. അവൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വരും. പിന്നെ ഞാൻ കൊച്ചിനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് അവിടെ കളിച്ച് അവളോട് കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്ന് സമയം പോകും. അപ്പോഴത്തേക്കും ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമായി. പിന്നെ ദീപ്തി രാത്രിയിലത്തെ ഫുഡ് കൊണ്ട് പോയി. അപ്പൊ പിന്നെ അവൾക്ക് എന്താ പണിയുള്ള അവിടെ? ആ ഡാഡിയുടെ കയ്യിൽ നമ്പറില്ല അവളുടെ. അപ്പൊ അവളുടെ അടുത്ത് വിളിച്ചു ചോദിക്കുക അവൾക്ക് എന്താ പണിയെന്ന്.